ചൈനയുടെ പ്രതികരണം വരുന്നു. മോത്തി, ഇന്ത്യയുടെ ആക്രമണം നിർഭാഗ്യകരമാണ്, ഖേദകരമാണ് എന്നുള്ളതാണ് ചൈനയുടെ പ്രതികരണം. ചൈന പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളിൽ ഒന്നാണ്. പാകിസ്ഥാനിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റുകളുണ്ട്. ചൈനയെ സംബന്ധിച്ച് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി ചൈനയുടെ ഏറ്റവും അടുത്ത പങ്കാളികൾ ഒരാളാണ് പാകിസ്ഥാൻ. ഭീകരവാദത്തെ എതിർക്കുന്നു എന്ന നിലപാട് കൂടി ചൈന പറയുന്നുണ്ട്. സംയമനം പാലിക്കണം രണ്ടു കൂട്ടരും, ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണം. ഇന്ത്യയുടെ നടപടി ഖേദകരമാണ്, ആശങ്ക രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തനായ അയൽക്കാരനായ, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും പ്രബല രാഷ്ട്രമായ ചൈനയുടെ പ്രതികരണം. ചൈന ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നടപടി ഖേദകരമാണ് എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. പി ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, ലോകരാജ്യങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? രണ്ട് ആണവ രാഷ്ട്രങ്ങളാണ്. അപ്പോൾ എസ്കലേഷനിലേക്ക് പോവാതിരിക്കാൻ മുൻകാലങ്ങളിലൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം അതിന്റെ മൂർധന്യത്തിലെത്തിയ സമയങ്ങളിലൊക്കെ ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇക്കാര്യം വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾ എങ്ങനെയൊക്കെ? അഭിലാഷ്, ഇന്ത്യ അപ്പോൾ തന്നെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ടെലിഫോണിൽ സംസാരിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിദേശ മന്ത്രാലയം ഏകദേശം 5 പ്രധാന രാഷ്ട്രങ്ങളുടെ വിദേശ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും US, UK, അതോടൊപ്പം തന്നെ സൗദി അറേബ്യ, UAE, റഷ്യ തുടങ്ങിയ 5 രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി കാര്യങ്ങൾ വിശദീകരിച്ചു. എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം വ്യക്തമായി ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ വരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭീകരാക്രമണത്തിൽ ഒരു ഹൈ വാല്യൂ ടാർഗറ്റ് HVT കൊല്ലപ്പെട്ടു എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നുമില്ല. മുർദിക്കയിലെ മർക്കസ് തൈബയിൽ ലഷ്കർ ഇ തൈബയുടെ ഹഫീസ് അബ്ദുൾ മലിക്, അവിടുത്തെ ലഷ്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ലഷ്കർ ഇ തൈബയുടെ ഒരു ഹഫീസ് അബ്ദുൾ മലിക് കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. ഏതായാലും ആ ഒരു വിവരം കൂടി വരുന്നുണ്ട്. അതായത് ഈ ഭീകര ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന പല ഹൈ വാല്യൂ അസറ്റ്സും അല്ലെങ്കിൽ ഹൈ വാല്യൂ ടാർഗറ്റ്സും, അതായത് ഈ മസൂദ് അസറിനെ പോലെ, ഹഫീസ് സയ്യിദിനെ പോലുള്ള നേതാക്കളൊക്കെ തന്നെ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇനി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുള്ളത്. പക്ഷേ അതിനിടയിലാണിപ്പോൾ ഒരു പാകിസ്ഥാൻ ഒരു TV ചാനലിൻ്റെയാണ് ഇപ്പോൾ ഈ വാർത്ത. അതായത് ഹഫീസ് അബ്ദുൾ മാലിക്, ലഷ്കർ ഇ തൈബയുടെ ഒരു നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല. പക്ഷേ അത് വരും മണിക്കൂറുകൾക്കുള്ളിൽ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. അതിൻ്റെ ഒരു ചിത്രം കൂടി അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇത് ലഷ്കർ ഇ തൈബയുടെ നേതാവാണ് എന്നാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ ചാനൽ പറയുന്നത്.